ഈ വീഡിയോയിൽ അമേരിക്കയിൽ ബൈഡൻ അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഏകദേശം അതായത് ഇറാനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങുന്ന ഫയൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലോട്ട് കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് പറയുന്നത്. അതായത് ഈ കൃത്യമായിട്ട് ഇറാന്റെ ന്യൂക്ലിയർ പ്രോജക്റ്റുകളെ കുറിച്ചും അവർ ഏത് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു, തന്മൂലം ഉണ്ടാകാൻ പോകുന്ന ഒരു ഡേഞ്ചർ, അത് എത്രമാത്രം അപായകരമാണ് ഈ ലോകത്തിന് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഡേറ്റാസ് അടങ്ങുന്ന ഒരു ഫയലാണ് കൈമാറിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഇതിൽ നിന്ന് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. കാരണം ഈ ഒരു ട്രംപ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒമാന്റെ നേതൃത്വത്തിൽ ഇറാനുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു അപ്ഫ്രണ്ട്, അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഫയൽ കൈമാറിയിരിക്കുന്നതും. കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അവർ ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ കൈമാറപ്പെട്ടിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നത് മുഹമ്മദ് മെഹദി നസ്രുള്ള എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര്. ഇതാരുമല്ല, ഇത് ആ കൊല്ലപ്പെട്ട ഹസൻ നസ്രുള്ളയുടെ മകനാണ് ഈ ഒരു മുഹമ്മദ് മെഹദി നസ്രുള്ള എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി. ഈ മെഹ്ദി നസ്രുള്ള ഇത്രയും നാളും പഠന കേന്ദ്രത്തിലായിരുന്നു, ഇറാന്റെ മതപഠന കേന്ദ്രത്തിലായിരുന്നു. അപ്പൊ അയാൾക്ക് 2 ദിവസത്തിന് മുമ്പാണ് അയാൾക്ക് ടർബൻ വിയർ ചെയ്യുന്ന ഒരു ഗ്രാജുവേഷൻ പോലെയാണ് ഈ ഒരു ടർബൈൻ തലയിൽ ചുറ്റാനുള്ള ഒരു പെർമിഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോഴാണ് അവർ എലിജിബിൾ ആവുന്നത് ഈ ഒരു ടർബൈൻ ചുറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ടർബൈൻ ഇടുന്നത് ഒരു വലിയ ഒരു ഗ്രാജുവേഷൻ കൊടുക്കുന്ന പോലത്തെ ഒരു മതപഠനം പൂർത്തിയായ ആൾക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അപ്പൊ ആ അംഗീകാരം പുള്ളി നേടിയിരിക്കുകയാണ്. അതിപ്പോ 2 ദിവസം മുമ്പാണ് നേടിയത്. ഇത് നേടിയ പാടെ തന്നെ പുള്ളി ആയത്തുൽ ഖമീനിയെ കണ്ട് സംസാരിക്കാൻ പോയിരുന്നു. അവിടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും പുള്ളിയുടെ ഗൈഡൻസുകൾ സ്വീകരിച്ചുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കാനാണ് പോയിരിക്കുന്നത്. അപ്പം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ മീറ്റിംഗും പങ്കെടുത്തു, ഈ അനുഗ്രഹം മേടിച്ച് മടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇനി മിക്കവാറും ഹിസ്ബുള്ളകൾക്ക് കുറച്ച് ഊർജം പകരുന്ന രീതിയിൽ ആ ഒരു നസ്രുള്ളയുടെ ഒരു മോൻ തന്നെ ഉള്ളത് വളരെ നല്ലതാണ്. കാരണം ഒരു ലീഡർഷിപ്പിലേക്ക് അയാളുടെ മോനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് ഒരു ഊർജം പകരുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇന്നലെ ഇസ്രായേലിന്റെ ഉള്ളിൽ 2 ഡ്രോണുകൾ, ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് 2 ഡ്രോണുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ 2 ഡ്രോണുകളും തന്നെ ഇസ്രായേൽ IDF അത് നിർവീര്യമാക്കിയിരിക്കുകയാണ്. അതായത് അവർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഈ ഒരു വാർത്ത, അതായത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തന്നെ അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. ഈ ജൊലാനി, അതായത് HTSന്റെ ലീഡർ ആയിട്ടുള്ള സിറിയയുടെ ആൾ ഇൻ ആൾ എന്ന് പറയപ്പെടുന്ന ആ ഒരു ജൊലാനി പറഞ്ഞിരിക്കുന്നത്, വെപ്പൺസ്, അതായത് നാടിന്റെ ഈ സിറിയയിലുള്ള എല്ലാ ആയുധങ്ങളും നമ്മൾ സ്റ്റേറ്റിന്റെ കൺട്രോളിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഏത് ആയുധം അവിടെ ഉണ്ടായിട്ടാണ് ഈ കൺട്രോളിൽ കൊണ്ടുവരേണ്ടത്? അവിടെ എല്ലാം തന്നെ ഇസ്രായേൽ അടിച്ച് പരത്തി തൂത്തുവാരി കളഞ്ഞിരിക്കുകയാണ്. പിന്നെ ഏത് ആയുധം കൊണ്ട് ഇവർ ചേർക്കാനാണ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും ഇതാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനിയിപ്പോ ബാക്കി കിടക്കുന്ന സ്പെയർ പാർട്സുകളൊക്കെ പിറക്കി കൂട്ടി വെക്കാനായിരിക്കും. ഇതിന് മുമ്പിട്ടിരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, അതായത് റഷ്യയിൽ നിന്നും ഈ അസാദിന്റെ വൈഫും തമ്മിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും റഷ്യ അതിനെ ഡിനൈ ചെയ്തുകൊണ്ട് ഇപ്പൊ അത് ഒരു ഇമ്മീഡിയറ്റ് ന്യൂസുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ റഷ്യ പറയുന്നത് അങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷനൊന്നും ഇതുവരെ റഷ്യയുടെ ഭാഗത്ത് കിട്ടിയിട്ടില്ല. ഇത് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് വന്ന തുർക്കിഷ് മീഡിയയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആണെന്നാണ് റഷ്യ ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ സിറിയക്കുള്ളിൽ ഇന്നലെ കുറെ നിർണായകമായ മീറ്റിങ്ങുകൾ നടന്നായിരുന്നു. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ, സിറിയയുടെ ഉള്ളിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ വളരെ അതായത് പണ്ട് സർക്കാരിൽ തന്നെ ഉണ്ടായിരുന്ന ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡർ ആയിട്ടുള്ള ഒരാൾ, ആ വ്യക്തി ഈ ജൊലാനിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റെപ്രസെന്റേഷൻസിന് വേണ്ടിയിട്ടാണ് പുള്ളി വന്ന് കണ്ട് സംസാരിച്ചത്. അടുത്ത് ജോർദാൻ, അതേപോലെ സൗദി അറേബ്യ, ഖത്താർ, ഇങ്ങനെ അറബ് ലീഗ്സിന്റെ ഒക്കെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഒക്കെ വന്ന് ജൊലാനിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അടുത്തായിട്ട് ഏത് രീതിയിലുള്ള നീക്കുപോക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാം, കൺട്രീസിന്റെ ബന്ധങ്ങൾ എങ്ങനെ അറബ് കൺട്രീസുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഇനിയിപ്പോ സുന്നി ഗവൺമെന്റ് ആണല്ലോ അവിടെ വരാൻ പോകുന്നത്. അപ്പം സുന്നി എല്ലാം ഓക്കെ ആയിക്കോളും. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ സുന്നി രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൃത്യമായിട്ട് വന്ന് ജൊലാനിയെ കണ്ട് സംസാരിച്ചിരിക്കുന്നത്. ജൊലാനി ആണെങ്കിൽ ഇറാനെ അങ്ങ് ഒതുക്കി വെക്കുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഈ വന്ന ലീഡേഴ്സിൽ ആരും തന്നെ ഇറാനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇറാനെ ഒന്ന് വെൽക്കം ചെയ്യാനോ അല്ലെങ്കിൽ ഇറാന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ഇടാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാനെ അതുപോലെ ഷിയാക്കളെ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഇറാൻ ഇച്ചിരി ക്ഷുഭിതരാണ്. അപ്പൊ ഇറാൻ അതിന് പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ ശരിക്കും പറഞ്ഞാൽ ബോർഡർലെസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാന്റെ എനിമികൾ മൊത്തത്തിൽ, ഇസ്രായേലിനെ മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാന്റെ ശത്രുക്കൾ സൂക്ഷിക്കുക, ഇറാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് ദ ബോർഡേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് ബോർഡർ ആണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല.
പക്ഷേ എന്നാൽ ഇപ്പൊ തോറ്റ് തുന്നമ്പാടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ തോറ്റു എന്ന് അംഗീകരിക്കാൻ അവർ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ളവർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അവർ തോറ്റു എന്നുള്ളത്. ഇസ്രായേൽ ഇന്നലെ ഓവർനൈറ്റ് ഗാസയ്ക്കുള്ളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അറ്റാക്കിൽ 20 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടെ ഒരാളെ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. അവർ കൃത്യമായിട്ട് തീവ്രവാദികളെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്, ഞങ്ങൾ തീവ്രവാദികളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ഈ മരണനിരക്കിനെ കുറിച്ചൊന്നും ഇസ്രായേൽ ഒന്നും പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. വളരെ സീനിയർ മോസ്റ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ വധിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തർവാത്ത് അഹമ്മദ് മുഹമ്മദ് അൽബൈക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സീനിയർ മോസ്റ്റ് സെക്യൂരിറ്റി ഡയറക്ടർ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ്. ഹമാസിന്റെ സെക്യൂരിറ്റി വിങ്ങിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അയാളെയാണ് വധിച്ചിരിക്കുന്നത്. കൃത്യമായും IDFന്റെ ടെററിസ്റ്റ് ലുക്കൌട്ട് നോട്ടീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ഫുട്ടേജിൽ ശരിക്കും പറഞ്ഞാൽ കുറെ ആയുധങ്ങൾ ഇസ്രായേൽ ഈ ഒരു സിറിയ ഇസ്രായേൽ ബോർഡറിൽ, ഗോലാൻ ഹെറ്റ്സ് ആ ഭാഗത്തുള്ള ബോർഡറിൽ കൃത്യമായിട്ട് ഇത് സീസ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആയുധങ്ങൾ മാത്രമല്ല, 2 പേരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. ഈ 2 വ്യക്തികളും ഹിസ്ബുള്ളയ്ക്ക് എങ്ങനെയും ഈ ആയുധങ്ങൾ കടത്തിക്കളയാം എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ടും അവരെ കുറിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ IDF ഒരു സെർച്ചിന് പോയത്. സിറിയ ഇസ്രായേൽ ബോർഡറിലുള്ള വില്ലേജുകളിൽ 20 ലൊക്കേഷൻസിലാണ് IDF സെർച്ച് നടത്തിയത്, റൈഡ് നടത്തിയത്. ആ റൈഡിലാണ് ഈ ഒരു പിടുത്തം വീണത്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനോട് കൂടിയാണ് ആ ഭാഗത്ത് ഇവർ പോയി റൈഡ് നടത്തിയത്. നമ്മൾ പലപ്പോഴും ഇസ്രായേൽ ഈ ബോർഡർ കടന്ന് പോകുമ്പോഴത്തേക്ക് എന്തിനാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെ നോക്കിക്കാണുന്നത്. പക്ഷെ ആ സമയത്തും ഇസ്രായേൽ കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ ലക്ഷ്യം കൃത്യമായിട്ട് അവർ ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് ആയുധങ്ങൾ, അതിപ്പോ ആയുധം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അത്രമാത്രം ആയുധങ്ങളും ഈ 2 ആൾക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ജൊലാനി ഇസ്രായേലുമായിട്ട് യാതൊരുവിധ സംസാരത്തിനും വന്നിട്ടില്ല. പക്ഷേ ഈ താൽക്കാലിക കെയർ ടേക്കർ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ അവിടെ സിറിയയിൽ, പുള്ളിയെ വിട്ട് ഇസ്രായേലിനോട് ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ അയാൾ ഗോലാൻ ഹൈറ്റ്സിലുള്ള ആ ഒരു മേയർ അടുത്ത് സംസാരിക്കാൻ വന്നിട്ട് പുള്ളി പറഞ്ഞത് അത് ഇസ്രായേൽ ഈ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡീഷണൽ ആയിട്ട്, അതായത് ബഫർ സോണിന് എതിരായിട്ട്, അത് 1972 ഒരു കരാറുണ്ടല്ലോ, അതിലുപരിയായിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം റിലീസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടാണ് പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് HTSന്റെ ആ നിലപാടാണ് പുള്ളി അറിയിച്ചത്. ഇസ്രായേൽ അതിനുള്ള മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡമസ്കസിനോട് പറയുകയാണ്, നമ്മൾ കയറി പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഒരു കാലത്തും നമ്മൾ പിന്മാറില്ല, നമ്മളുടെ ബോർഡർ ഇനി അത് തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്തൊന്നും ചെയ്യാനില്ല. അവരുടെ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെ കൗണ്ടർ ചെയ്യാനോ ഉള്ള കേപ്പബിലിറ്റി, അല്ലാതെ ആ ഒരു കപ്പാസിറ്റി ഇപ്പോഴത്തെ ആ HTSന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. IDF ഗാസയിൽ, നോർത്തേൺ ഗാസ ഭാഗത്ത് സുജയ്യെ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിൽ, ആ ഒരു ഏരിയയിൽ, ആ ഒരു വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസെൻട്രേഷൻ ഉള്ള ഒരു ഏരിയയാണ്. അവിടെ അറ്റാക്ക് നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ ടെറർ ഫൈൻഡിങ് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അനൗൺസ്മെന്റ് കൊടുത്തിരിക്കുകയാണ്, അവിടെ അറ്റാക്ക് ചെയ്യും. കാരണം ആ ഭാഗത്ത് നിന്ന് ഡ്രോൺസ്, റോക്കറ്റ്സ് ഇസ്രായേലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് അറ്റാക്ക് നടത്തും. അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഇവാക്യുവേഷൻ നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ എത്രാമത്തെ എവാക്യുവേഷൻ നോട്ടീസ് ആണ് നോക്കിയത്. ഇതൊക്കെ അറ്റാക്കിന് മുമ്പ് തന്നെ പറയുന്നതാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അറ്റാക്കിനും നമ്മൾ ഇതിനു മുമ്പേ എവിക്ഷൻ നോട്ടീസ് ഉണ്ടായിരുന്നു. അതും നമ്മൾ നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ അറ്റാക്കും കൃത്യമായ എവിക്ഷൻ നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ഇതിലും ഞങ്ങൾ കൃത്യമായ നോട്ടീസ് തന്നിട്ടുണ്ട്, നിങ്ങൾ ഇവാക്യുവേഷൻ കൃത്യമായി വളരെ സീരിയസ് ആയിട്ട് ഇത് എടുക്കണം, കൃത്യമായി അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യും, നമ്മൾ അവിടെ അറ്റാക്ക് ചെയ്യും എന്നാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് നെതന്യാഹുവിന്റെ കേസ് നമ്പർ 1000, അതിനെക്കുറിച്ചാണ് ഒരു ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചത്. ഇതിൽ 3 പോയിന്റുകളാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയാനുള്ളത്. കേസ് നമ്പർ 1000നെ കുറിച്ചുള്ള ഒരു ഇൻട്രോഗേഷൻ ആണ് കോടതിയിൽ ഇപ്പോൾ 4-5 ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷി, അതായത് ഈ യഥാർത്ഥ വിറ്റ്നസ്, ചാനൽ 12 എന്നാണ് ഈ ഒരു ന്യൂസ് ചാനലിന്റെ പേര്. ഈ ചാനൽ 12 ന്യൂസിലുള്ള ഒരു റിപ്പോർട്ടറാണ്. അവരുടെ പേര് ഹദാസ് എലിൻ എന്ന് പറഞ്ഞ ലേഡിയാണ് ഈ നെതന്യാഹുവിന് എതിരെയുള്ള വിറ്റ്നസ് ആയിട്ടുള്ളത്. അതായത് ഈ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇപ്പൊ അതായത് ഈ ഒരു 1000 കേസ് നമ്പർ 1000 എന്ന് പറയുന്നത് ഈ ബ്രൈബ് മേടിച്ച്, അതായത് കൈക്കൂലി മേടിച്ച് ഒരു വലിയ ബിസിനസ്മാന്റെ സാഹചര്യത്തിനൊത്ത് കാര്യങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുക, അതായത് ബിസിനസ്മാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് ഏറ്റതായിട്ടാണ് ഈ ഒരു കേസ് കിടക്കുന്നത്. ഈ കേസ് നെതന്യാഹുവിന്റെ കേസിനെ കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പൊ ഈ ഒരു 1000 കേസ് നമ്പർ 1000നെ കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും.
ഇപ്പൊ ഈ കേസ് നമ്പറിൽ ആ പ്രധാന വിറ്റ്നസ് ആയിട്ടുള്ള ഈ ഒരു ലേഡി ഒരു കേസ് നെതന്യാഹുവിന്റെ ഭാര്യക്കെതിരെ കൊടുത്തിരിക്കുകയാണ്. അതായത് നെതന്യാഹുവിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെ പേര് സാറ എന്നാണ്. ഈ സാറയ്ക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് കേസാണെന്നല്ല, ഡിഫമേഷൻ കേസാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫമേഷനും അത് പേടിപ്പിക്കുന്നതും ഡിഫമേഷൻ, ഈ രണ്ട് പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചാനൽ 12-നെതിരെ സാറ നെതന്യാഹു ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതും ഡിഫമേഷൻ കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് സബ് കേസുകൾ, അതായത് ഈ ഒരു നെതന്യാഹുവിന്റെ കേസിൽ വിധി പറയണം, ഇപ്പൊ നെതന്യാഹുവിന്റെ കേസിന് ഒരു വിധി പറയണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കേസുകളും കൂടെ ഇനി സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു നൂലാമാലയായിട്ട് ഒരു കുരുക്കായിട്ട് ഇങ്ങനെ മാറിക്കിടക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ക്ലട്ടർ ക്ലിയർ ചെയ്യണം. ഇനി ഈ ഒരു ക്ലട്ടറില്ലേ അത് ക്ലിയർ ചെയ്യണം. നെതന്യാഹുവിന്റെ വൈഫിന്റെയും ഈ സാക്ഷിയില്ലേ, പ്രധാന സാക്ഷി, അവർ രണ്ടുപേരുടെയും കാര്യം ക്ലിയർ ചെയ്യണം. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇപ്പൊ ഇനി ഇങ്ങനെ ഒരു സാക്ഷിമൊഴി വരുന്നു എന്നുള്ളൊരു രീതി അവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതിക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പം കേസ് മാറി ഇപ്പൊ അങ്ങോട്ട് പോയിരിക്കുകയാണ്. സാറ നെതന്യാഹു ആ ഒരു സാക്ഷി, പ്രധാന സാക്ഷി, ആ രീതിയിലാണ് കേസ് നടക്കുന്നത്. അപ്പൊ ഇനിയും കുറച്ച് നാളെടുക്കും ഈ ഒരു 1000 കേസ് നമ്പർ 1000 ഒരു വിധി വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇറാൻ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ അതായത് ഇന്ത്യ ഓൾറെഡി തന്നെ ഈ റഷ്യ ചെന്നൈ പോർട്ട് മുതൽ വ്ളാഡിവോസ്റ്റോക്ക് പോർട്ട് വരെയുള്ള ആ ഒരു റൂട്ട് ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങി. ഇത് തുടങ്ങിയ പാടെയാണ് ഇറാന് കത്തിയത്. ഇറാൻ ഇവിടെ നോർത്ത് സൗത്ത് കോറിഡോർ ഇവിടെ കിടപ്പുണ്ട്. അതിനെ ചൊല്ലി ഇറാൻ മാത്രമാണ് അതിന്റെ തടസ്സം. ബാക്കി യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇന്ത്യക്ക് അതിനകത്ത് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇന്ത്യ വീണ്ടും പോയി കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു യുദ്ധം തുടങ്ങിയതിനു ശേഷം തന്നെ ജയശങ്കർ പല തവണ ഇറാൻ വിസിറ്റ് ചെയ്യും. ഈ ഒരു നോർത്ത് സൗത്ത് കോറിഡോർ, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോറിനെ കുറിച്ച് പല തവണ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ഇറാൻ അതിനെ ഒരു മുഖവിലേക്ക് എടുക്കുന്ന ഏർപ്പാടില്ല. ഇന്ത്യൻ ഗവൺമെന്റ് പൈസ മുടക്കി അവിടുത്തെ ചബഹാർ പോർട്ട് എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഇറാൻ ആണെങ്കിൽ, നമുക്കാണെങ്കിൽ ഓരോ ദിവസം അതിനകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടത് നമ്മൾ അവിടെ ബിസിനസ് ചെയ്യാനല്ലേ. അപ്പൊ അവിടെ നമ്മളുടെ റൂട്ട് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഇറാൻ അവിടെ ചെയ്യേണ്ട ഈ റൂട്ട് നോർത്ത് സൗത്ത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോർ ഒന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ടുള്ള പണികൾ കുറച്ച് ചെയ്യേണ്ടതുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻസ് അത് ഏതെങ്കിലും രീതിയിൽ ചെയ്തു തീർക്കേണ്ടതാണ്. അല്ലാതെ ഇവന്മാർ ഈ പൈസ കൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാബഹാർ പോർട്ട് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. അപ്പൊ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഇവർ പല തവണ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തിട്ടും അവര് ഒരു രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് എത്രയും വേഗം ഈ ഒരു വ്ളാഡിവോസ്റ്റോക്ക്, നമുക്ക് എന്താണ്, നമ്മൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സാധനം എത്തിക്കണം. അതാണ് നമ്മൾ ആ കോറിഡോർ കൊണ്ടുള്ള ഉപയോഗം. സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്നത് റഷ്യയുടെ ഈ ഒരു അറ്റമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അപ്പുറത്തറ്റത്ത് വ്ളാഡിവോസ്റ്റോക്കിൽ കൊണ്ട് സാധനം എത്തിക്കാവുന്ന രീതിയിൽ നമ്മൾ ചെന്നൈയിൽ നിന്നും നമ്മളൊരു റൂട്ട് തുടങ്ങി. അത് തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പം പെസസ്കിയാൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ ഒരു കോറിഡോറിനെ കുറിച്ച് വളരെ തീവ്രമായിട്ടുള്ള ചിന്തയിലാണ്. നമ്മൾ അതിന്റെ എത്ര വേഗം അതിന്റെ റെസൊല്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ വൈകാതെ തന്നെ ഈ ഒരു റൂട്ട് യാഥാർത്ഥ്യമാവുന്ന രീതിയിലുള്ള പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച് നല്ല കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകും. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ ജനങ്ങൾക്ക് അതായിരിക്കും നല്ലത്. പിന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ വെച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ മൗണ്ട് ഹെർമോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഇസ്രായേലിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇസ്രായേൽ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പോകുന്നില്ല. പിടിച്ചെടുത്തത് തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് ഒന്നുകൂടെ ഇറാൻ അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതെന്തായാലും അവർ പറഞ്ഞത് നന്നായി. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇസ്രായേൽ വീണ്ടും ഒന്നുകൂടെ പറയണമല്ലോ. ഇസ്രായേൽ ഓൾറെഡി അത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മൗണ്ട് ഹെർമോണിൽ നിന്ന് ഇനി പിന്നോട്ട് പോകുന്ന ഏർപ്പാട് ഇനി ഇല്ല. അതുപോലെ തന്നെ ഇസ്രായേൽ ഇന്നലെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു റൈഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് തീവ്രവാദികൾ, ഒരു 8-9 തീവ്രവാദികൾ അടങ്ങുന്ന സംഘം, ഒരു 8-9 പേര് അടങ്ങുന്ന ഒരു തീവ്രവാദ സംഘത്തിനെ അവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അവരെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന്. ബംഗ്ലാദേശിൽ അടുത്ത ചരക്ക് കപ്പൽ പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവിടെ വന്ന് ഡോക്ക് ചെയ്ത് കിടപ്പുണ്ട്. അപ്പൊ ഇത് ഇന്ത്യക്ക്, നമ്മൾ എപ്പോഴും പറയുന്നതാണെങ്കിൽ ഇത് അടുത്ത സെക്യൂരിറ്റി ത്രെട്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ആശങ്കയുണ്ട്. അതായത് ഈ വന്നിരിക്കുന്ന ചരക്ക് കപ്പലിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നതിനെ കുറിച്ച് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ആശങ്കയുണ്ട്. കാരണം ഈ ഒരു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യക്ക് ഉള്ളിൽ കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും സെക്യൂരിറ്റി ത്രെട്ട് അനുഭവിക്കുന്നത്. അപ്പൊ ഇത് വേറെ ഏതെങ്കിലും രാജ്യമാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ അടിച്ച് തൂത്തുപറക്കി കളഞ്ഞേനെ. പക്ഷെ ഇന്ത്യ ആയതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസിയോട് കാത്തിരിക്കുന്നു. ശരി, എന്താണ് നടക്കുന്നത് നോക്കാം. ഇനിയിപ്പോൾ അഥവാ ആയുധം ഇറക്കുന്നെങ്കിൽ ഇറക്കിക്കൊണ്ട് വരട്ടെ, നമ്മൾ സർവൈലൻസിലൂടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇന്ത്യ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ചരക്ക് കപ്പൽ ഇന്ത്യ നിരീക്ഷിക്കും. ഡ്രോൺ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സർവൈലൻസ് വെച്ചിട്ട് ഇന്ത്യ നിരീക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാവേരി എഞ്ചിൻ ഇൻഫ്ലൈറ്റ് മോഡിന് തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾ ഫുള്ളി ഇൻഡോജീനിയസ് ആയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു എഞ്ചിനാണ്. അപ്പൊ അത് ഒരു ട്രയൽ മോഡിന് ഇപ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഉടനെ തന്നെ പരീക്ഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് പോകുന്നത്.
ഉടനെ തന്നെ അത് പരീക്ഷണം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. അതെന്തായാലും വിജയകരമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് വിഴിഞ്ഞം പോർട്ടില് റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റോഡ് മാർഗം ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട്. അതായത് ജനുവരി മുതൽ ട്രയൽ റൺ 40 ഫുട്ട് കണ്ടെയ്നർ എന്നാണ് പറയുന്നത്. അതായത് 2 കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ട്രെയിലർ എന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ രീതിയിലുള്ള ഈ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഒരു കാരിയറാണ് ഈ ട്രെയിലർ എന്ന് പറയുന്നത്. അപ്പൊ ആ ട്രെയിലറുകൾ NH66 കണക്ട് ആയി ട്രയൽ റൺ പൂർത്തിയാക്കുന്നതായിരിക്കും. പിന്നെ ഇതേപോലെ അടുത്ത ഷിപ്മെന്റ് വരുന്ന മുറയ്ക്ക് ഇത് ട്രയൽ റൺ അങ്ങനെ തന്നെ ഒറിജിനൽ അതിന്റെ കറക്റ്റ് ഷിപ്മെന്റ് ആയിട്ട് ട്രാക്കിൽ വീഴുന്നതായിരിക്കും. അതായത് ഈ ട്രയൽ റൺ മിനിമം 1 മന്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ NH66 കണക്ട് ചെയ്യാനുള്ള റോഡ് ഫെസിലിറ്റി വർക്ക് തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പൊ ആ റോഡ് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ഇതിന്റെ ആക്ച്വൽ കണ്ടെയ്നർ ഷിപ്മെന്റ് നടക്കും, റോഡ് ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നതായിരിക്കും. ഇത് വിഴിഞ്ഞം പോർട്ട് തന്നെയാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ നവായ്ക്കുളം ആ റോഡ്, ഈ നവായ്ക്കുളം ആറ്റിങ്ങൽ ഭാഗത്ത് നവായ്ക്കുളത്ത് ജോയിൻ ചെയ്യുന്ന ഒരു ബൈപ്പാസ് റോഡ് വർക്ക് തകൃതിയായിട്ട് പൂർത്തിയാകാനുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് എത്രയും വേഗം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ വർക്ക് സ്പീഡായിട്ട് നടക്കുന്നതായിരിക്കും. പക്ഷെ അതുവരെ ട്രയൽ റൺ, ഈ റോഡ് പണി പൂർത്തിയായാലും ഇല്ലെങ്കിലും ഈ ട്രയൽ റൺ നടക്കും എന്നാണ് പറയുന്നത്. അതായത് കാലിയായിട്ടുള്ള 2 കണ്ടെയ്നറുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ അതിലൂടെ ഇനി യാത്ര തുടങ്ങി സഞ്ചരിക്കുന്നതായിരിക്കും. അത് ജനുവരി മുതലാണ് ആ ഒരു ട്രയൽ റൺ തുടങ്ങാൻ പോകുന്നത്. എന്തായാലും വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.